പോലീസ് ഊർജിതമായ തെരച്ചിൽ നടത്തുന്നതിനിടെ പുതിയ പോസ്റ്റുമായി അർജുൻ ആയങ്കി. മുട്ടിനു താഴെ വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്നും തന്നെ തീവ്രവാദിയാക്കിയത് ഈ സിസ്റ്റമാണെന്നും പുതിയ പോസ്റ്റിൽ പറയുന്നു. വെറും 4 കേസ് മാത്രം അവശേഷിക്കുന്ന തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ തീവ്രവാദിയാക്കി മാറ്റി വെടിവെക്കാനാണ് ഉത്തരവിട്ടതെന്ന് അർജുൻ ആയങ്കി ആരോപിച്ചു. കള്ളക്കേസിൽ ജയിലിലാക്കിയപ്പോൾ ജീവിതം താറുമാറായ ആളാണ് താൻ. മാനസിക രോഗത്തിലോ മദ്യലഹരിയിലോ അല്ല, പൂർണ്ണ ബോധത്തോടെ തന്നെയാണ് പ്രതികരിച്ചത്. തന്നെ കള്ളക്കേസിൽ ജയിലിലടച്ച കേസ് പുനരന്വേഷണം നടത്തണം, ചത്താലും ഭയപ്പാടില്ലെന്നും മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്നും അർജുൻ ആയങ്കി പുതിയ പോസ്റ്റിൽ പറയുന്നു. കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലാണ് താനുള്ളത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ റോഡിലിരുന്ന് കരയുന്ന സഹോദരിക്ക് അവരുടെ ഭർത്താവിനെ നേരത്തെ കിട്ടുമായിരുന്നെന്നും അർജുൻ ആയങ്കി കുറിച്ചു. അർജുൻ ആയങ്കിയെയും സംഘത്തെയും കോതമംഗലം പോലീസ് കഴിഞ്ഞ മെയ് 3-ന് അറസ്റ്റ് ചെയ്തിരുന്നു. റിസോർട്ടിൽ കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്നതിനിടെ പിടികൂടി എന്നാണ് പോലീസ് അറിയിച്ചത്. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ അർജുൻ ആയങ്കി കോതമംഗലം CIക്കെതിരെ ഫേസ്ബുക്ക് കുറിപ്പ് വഴി പരസ്യ ഭീഷണിയും അധിക്ഷേപവും നടത്തി. സമാധാനപരമായി പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഭീഷണി. പിന്നാലെയാണ് പോലീസ് വീണ്ടും കേസെടുത്തത്. ബുധനാഴ്ച അർജുൻ എടപ്പാളിലെ ആയുർവേദ ആശുപത്രിയിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. തിരച്ചിൽ ഊർജിതമായി നടക്കുന്നതിനിടയിലും സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെ പോലീസിനെ പരിഹസിക്കുന്നതും വെല്ലുവിളിയും അർജുൻ തുടരുകയാണ്. മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്നായിരുന്നു അർദ്ധരാത്രിയിലെ ഫേസ്ബുക്ക് പോസ്റ്റ്. അർജുൻ്റെ സഹോദരൻ അഖിലിനെ ഇന്നലെ തൃശ്ശൂരിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളെ എറണാകുളം ഊന്നുകൽ പോലീസിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.